നമസ്കാരം. പ്രധാന വാർത്തകൾ. പൊന്നാങ്കരിക്കത്ത് അഗ്നിതാണ്ഡവം. ആക്രിക്കടയായി മാറിയ വീട് കത്തിയമർന്നു. ഗ്യാസ് സിലിണ്ടർ മാറ്റിയത് സാഹസികമായി. ഒഴിവായത് വൻ ദുരന്തം. കാട്ടാക്കട നടുക്കടലിൽ അകപ്പെട്ടതുപോലെ തീനാളങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു ജീവനും ഉഗ്രസ്ഫോടനത്തിന് കാത്തുനിന്ന ഗ്യാസ് സിലിണ്ടറും. പൊന്നാങ്കരിക്കത്ത് ഇന്ന് രാവിലെ കണ്ടത് ശ്വാസമടക്കിപ്പിടിച്ച നിമിഷങ്ങൾ. കാട്ടാക്കട പൂവച്ചൽ റൂട്ടിൽ പൊന്നാങ്കരിക്കം ഇടറോഡിലെ ചെറിയ വീട്ടിലാണ് 9:30-യോടെ തീപിടുത്തമുണ്ടായത്. നാട്ടുകാരുടെ മനക്കരുത്തും അഗ്നിരക്ഷാസേനയുടെ അതിസാഹസികമായ ഇടപെടലും പൊന്നാങ്കരിക്കത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചു. തീ പടർന്നത് നിമിഷങ്ങൾക്കുള്ളിൽ. വീടിനുള്ളിൽ നിറയെ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതാണ് വിനയായത്. പെട്ടെന്ന് പടർന്ന തീ ആക്രി സാധനങ്ങളിലേക്ക് പടർന്നതോടെ വീട് ഒരു അഗ്നികുണ്ഡമായി മാറി. കറുത്ത പുക ഉയരുന്നത് കണ്ടയുടൻ ഓടിയെത്തിയ നാട്ടുകാരാണ് വീടിനുള്ളിൽ കുടുങ്ങിയ ആളെ സാഹസികമായി പുറത്തെത്തിച്ചത്. ഇദ്ദേഹത്തിന് പൊള്ളലേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണദൂതനെപ്പോലെ ഗ്യാസ് സിലിണ്ടർ. തീ ആളിപ്പടരുമ്പോഴും വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നുണ്ടെന്ന വിവരം രക്ഷാപ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തി. വിവരമറിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ കാട്ടാക്കട സ്റ്റേഷൻ ഓഫീസർ സ്റ്റോ. മനുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തീയും പുകയും വകവെക്കാതെ വീടിനുള്ളിലേക്ക് ഇരച്ചുകയറിയ സേനാംഗങ്ങൾ സിലിണ്ടർ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ സമീപത്തെ വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു. 3/4 മണിക്കൂർ നീണ്ട പോരാട്ടം. വീടിനുള്ളിലെ സാധനങ്ങൾ പൂർണ്ണമായും കത്തിയമർന്നു. ഏകദേശം 3/4 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാക്കട പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് തീ പൂർണ്ണമായും അണച്ചത്. AACTO സജീന്ദ്രൻ, AACTO ഗ്രേഡ് മുരളി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജു, അനീഷ്, അരുൺകുമാർ, അനു എന്നിവരും ഹോംഗാർഡ്മാരും ഡ്രൈവർമാരുമടങ്ങുന്ന വൻ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്.